ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു വർഷം ഞാൻ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ 2026 എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നിർത്താതെ വ്ളോഗ് ഇടുന്നതൊക്കെ. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. ആൻഡ് ഈ എടുക്കുന്നൊരു വീഡിയോ പോലും അടുത്ത വർഷമായിരിക്കും നിങ്ങൾ എഡിറ്റ് ചെയ്ത് കാണുന്നത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല, നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതേ ആ ഹോസ്റ്റലാണ് നമ്മൾ വന്നത്. അപ്പം വന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഷോപ്പിംഗ് കുറച്ചൊക്കെ ചെയ്തായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് അവിടെയൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വില കുറവുണ്ടെങ്കിൽ അങ്ങനെ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഇവിടെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫോട്ടോയൊക്കെ എടുക്കട്ടെ. നമ്മൾ പിന്നെ അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കുന്ന ഒരു ഇതൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു പോകാം. നടന്ന് എടി ഊബർ വിളിക്കുന്നുണ്ടോ? നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് അത് കുഴപ്പമില്ല, ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തോ. അപ്പൊ എങ്ങനെയാ ഊബറിന് പോകണം? ഓക്കെ, വിളിച്ചോ. ഊബർ വിളിച്ചിട്ട് കാണാം ഗൈസ്. അവൾമാരെ എന്റെ ഐഡി പറയുന്നത് ഇതിപ്പോ ഞാൻ എന്ത് അത് നോക്കി നോക്ക്. കട്ട് ചെയ്തിട്ട് അങ്ങനെ ബുക്ക് ചെയ്താലോ? പക്ഷേ ഗൈസ്, നമ്മളാണെങ്കിൽ അതെ മുന്നേ ഇതുവഴി ഒന്ന് വന്നതാണ്, വന്നിട്ട് പോയതാണ്. പിന്നെ നമ്മളിതേ ഒന്നും കൂടെ ചുമ്മാ ഒരു കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് വന്നത്. 90 ഇവിടെയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 900, 1 കിലോമീറ്റർ പോലും ഇല്ല, അവിടെ വരെ ചെന്നതിന് അവർ മേടിച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ 150 രൂപയാണ്. അപ്പം ഞങ്ങളുടെ അവിടേക്കാണെങ്കിൽ മിനിമം ചാർജ് ഒരു 30 രൂപ അത്രേ ഉള്ളൂ. ബട്ട് 150 രൂപ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓവറാണ്. സോ ഇതേ നമ്മൾ മുന്നേ വന്നപ്പോഴത്തേക്കിനും അവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ബട്ട് തിരക്കായിരുന്നു. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതേ വെക്കാൻ നോക്കുന്നത് നൈസ് വൈബായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇന്ന് രാവിലെ വന്നിട്ട് ഇതേ ഈ പച്ചയില ഇവിടെയാണ് ഇരുന്നത്. അവിടെ നല്ല രസമായിരുന്നു, ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ഇത് കേട്ടോ, ഇതൊന്നും തുറന്നിട്ട് കൂടിയില്ലായിരുന്നു. ഇത് കണ്ടോ, ബട്ട് ഇപ്പം കണ്ടോ എല്ലാം ഭയങ്കര തിരക്കായി. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു 4 മണി സമയമൊക്കെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് ഇവിടെ കച്ചവടം കൂടുതൽ നടക്കുന്നത്. അല്ലാത്ത രാവിലെ ഞങ്ങൾ 9:30 ആയപ്പോഴത്തേന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട് വണ്ണം തൂക്കിയല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ഒരു പ്രതീക്ഷ എവിടെയൊക്കെ ഇങ്ങനെ പ്രചരണമല്ല എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും കണ്ണനെ കാണാൻ പറ്റണേ എന്നൊക്കെ. 20 രൂപയുടെ സാധനമൊക്കെ ഉണ്ട്. ബട്ട് അതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെയാണ്, പിള്ളേരുടെ കയ്യിലാണ് 20 രൂപയൊക്കെ വരുന്നത്. നമുക്ക് പറ്റുന്നില്ല, വലിച്ച് കയറ്റിയിടുവാണെങ്കിൽ നമുക്ക് ചേരും, അല്ലാത്ത വശം നമുക്ക് ചേർന്നില്ല. മൊത്തം ഇതൊക്കെ ഏതൊരു പുതികോ ഇത് കണ്ടോ, ഈ ഒരു ഡ്രസ്സ് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് മേടിക്കാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ 200 രൂപ. നമ്മുടെ അവിടെ ഏകദേശം 200, 150 രൂപ. ഇവിടെ നിന്ന് ഇത് മേടിച്ചിട്ട് ചുമന്ന് കെട്ടി അവിടെ വരെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിക്കാതിരിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ കൊള്ളാം. 200 രൂപ അറൗണ്ട് 100 ആണെങ്കിൽ പിന്നെ മേടിച്ചത് ഞാനിപ്പോ. ഇതേ ഒരു നിക്കർ ഇവിടെ വരെ വന്നിട്ട് 50 രൂപ ഗൈസ് നിക്കർ. സത്യം മത്തിയൊക്കെ മേടിച്ചിട്ട് പോകുന്നതുണ്ട്. ഇവിടെ വന്നിട്ട് ഇനി ഒന്നും മേടിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മളിതേ ഒരു ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സെയിം റേറ്റ്, അതായത് നമ്മുടെ അവിടെ ഉള്ളത് ഇവിടെ ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ എല്ലാവരും പറയുന്ന കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര ഈ ഫാക്ടറികളിലൊക്കെ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ചെയ്യുന്നിടത്തൊക്കെ മാത്രമേ ഈ പറഞ്ഞ റേറ്റിന് ഇവർ കിട്ടത്തുള്ളൂ. അവിടെ ഒരു ഉടുപ്പുണ്ട്. എടി ആ ഉടുപ്പ് കടയിൽ ഒന്ന് പോവാം. എടി ആ ഉടുപ്പ് കട ഒന്ന് നോക്കാം. വരച്ചേ ഇത് 2 മേടിക്കായിരുന്നു.
30 rupees, 40 rupees. ഇത് കുറച്ചങ്ങ് മേടിക്കാം. ഗൈസ്, ഇവിടെ വന്നിട്ട് തുണിക്കടയൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അറിയാമല്ലോ, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ കമ്മലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാൻ ഇവിടെ പോയാലും കുറേ കമ്മലൊക്കെ മേടിച്ചു. ഇവിടെ കുറച്ച് കമ്മൽ വന്നിട്ടുണ്ട്. വലിയ കളക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് ഒരു മാല എടുത്ത് വെച്ചിട്ടുണ്ട്. എത്രയാണോ? 40 രൂപ. 40 രൂപയ്ക്ക് വെറുത്താണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പണിക്കണം. നോക്കാം. എത്ര? 20 പറഞ്ഞു. ചുമ്മാ 80 രൂപയുടെ നിക്കറിന് ഓഫർ ഉണ്ടോ എന്നാണ് ഗൗരി വെച്ചത്. ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങും. ശരി, ആർക്കെ ബേക്കറി പോയിട്ട് നമുക്ക് ഇല വെച്ചൊക്കെ സത്യം പറയാൻ എന്റെ പൊന്നെ. ഇവിടെയാണെങ്കിൽ അതല്ല, ഇവിടെ ഇത്രയും നേരം ഇവിടെ ഓഫർ വന്നില്ല. 70 രൂപ 50 രൂപ എന്നൊക്കെ. നമ്മുടെ സൈസിന് പറ്റി പറഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ടൊന്ന് കാണുന്നു. കണ്ടിട്ട് എനിക്ക് ഇല വെച്ച് പ്രിന്റ് ചെയ്യില്ല, ചീഞ്ഞ ഇലയൊക്കെ അതിന്റെ ഡിസൈൻ പോലെ ഇത് പറ്റും. വർഷയ്ക്ക് കുറച്ച് നോക്കട്ടെ, ഇത് കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കാവേ. ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ മേടിച്ചുള്ളൂ. അമ്മയൊക്കെ വന്നപ്പോഴത്തേന് അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നിക്കർ മീൻസ് ഷോർട്സ്, ബനിയന്, കുറച്ച് ലോങ് ആയിട്ടുള്ള ബനിയന്, അങ്ങനത്തെ കുറച്ച് സാധനം വെച്ചു. 3 ഡ്രസ്സ് 300 രൂപ. വില പേശി 250 രൂപയ്ക്ക് മേടിക്കുക. കുഴപ്പമില്ല, ലാഭമാണെന്നൊക്കെ തോന്നുന്നു. വീട്ടിൽ ചെല്ലും പറയുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുമെന്നൊക്കെ. അപ്പം ഇതേ മേടിച്ചോണ്ടൊക്കെ ഇരിക്കാം. അവളുമാരൊക്കെ അവിടെ നിൽക്കൊണ്ടില്ല. സോ ഗൈസ്, നമുക്കത് മേടിച്ചിട്ട് കാണാം. പക്ഷെ ഞാനാണെങ്കിൽ ഇത് എത്രയും സാധനമൊക്കെ മേടിച്ചു എനിക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് അമ്മയ്ക്കുള്ള ഒരെണ്ണം ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ നോക്കുന്ന റോഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ കൂടെ നോക്കുകയാണ്. അപ്പോൾ ആ റോഷനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ ചേട്ടനൊക്കെ അമ്മ വന്നപ്പോഴത്തേക്കിന് മേടിച്ചായിരുന്നു. നമുക്ക് റോഷൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാനിവിടെ റോഷന് ഷർട്ട് തപ്പി ഒരു 8-10 കടയിൽ കയറി. പക്ഷെ ആക്ച്വലി ഷർട്ടോ ടീഷർട്ടോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. മേ ബി നമ്മൾ നല്ല ഒരു സാധനം എടുക്കുമ്പോൾ ഓക്കെ അത്യാവശ്യം റേറ്റ് ആകും, ആ സമ്മതിച്ചു. പക്ഷെ എന്നാൽ പോലും നമ്മൾ നോക്കുന്ന ഷർട്ട് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് പിന്നെ അത്രയും എടുക്കാൻ നോക്കില്ല. കാശ് കൊടുത്ത് എടുക്കുമ്പോൾ നല്ല നോക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് തോന്നുമ്പോൾ നമ്മളത് മാറ്റും. പിന്നെ അടുത്ത് എന്തെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ട് വരും. ഇതൊക്കെ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് ഇത് ഷർട്ടും ഇതൊന്നും നോക്കിയിട്ട് ആയിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ സാധനം നോക്കിയിട്ട് നമ്മൾ ഇനി വിളിക്കാൻ വരുമ്പോഴത്തേക്കിനും നമുക്ക് റോഷനായിട്ട് വന്നിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാം. സോ നമുക്ക് എന്തേലുമൊക്കെ പറ சொல்லு. எடுத்துட்டு இருக்கேன். அப்படி சரி 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 ഓക്കേവാ. അപ്പോൾ ഓക്കെ ബൈ. അയ്യോ, ഇതൊക്കെ എടുത്ത് ഇച്ചിരി പാടാ. നമ്മളിങ്ങനെ വ്ലോഗൊന്നും എടുത്ത് നടന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ച് പാടാ. ഇതെങ്ങനെ പിടിക്കണം എന്നൊക്കെ ഒന്ന് ഒരു സെറ്റപ്പൊക്കെ ആയി വരണം. ഇതിപ്പോ ഞാൻ ചെരുപ്പെങ്കിൽ ചെരുപ്പ് അതുകൂടെ പൈസന് നമുക്ക് ചെരുപ്പ് നോക്കാം. ഒട്ടും കുറയ്ക്കണ്ട. എന്തിനാ, റോഷന്റെ പൈസ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ചെരുപ്പ് വരുന്നത്. ശരി കൊള്ളാടി. നിങ്ങളുടെ 2 പേരുടെ അമ്മമാർക്ക് 2 ടോപ്പ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറേ സാധനമൊക്കെ മേടിച്ച് ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി ഇവിടെയൊക്കെ മുടിഞ്ഞ് ഇങ്ങനെ റേറ്റ് ഒക്കെ വരും ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു മിനി ചിക്കൻ ബിരിയാണി എല്ലാവർക്കും കൂടെ മേടിച്ചിട്ടുണ്ട്. ഗീ ദോശയ്ക്ക് എത്രയാണ്? 90 രൂപ. ബിരിയാണിക്ക് 100 രൂപ. പിന്നെ ബിരിയാണി. അപ്പോൾ നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് വെച്ചിട്ട് എൻ്റെ പൊന്ന് ഗൈസ് വയറൊക്കെ ഇങ്ങനെ ഇതിന് കത്തുക. കേക്ക് തോന്നുന്ന പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് വരുമ്പോഴത്തേനും
വർഷ എങ്ങനെയുണ്ട്? ഗൈസ് 100 രൂപയുടെ ബിരിയാണി, 100 രൂപയുടെ ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചാൽ കൈ കയറും. 100 രൂപ. എന്നെ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പക്ഷെ ആ കളിക്ക് മനസ്സിൽ എനിക്കൊന്ന് നിൽക്കുന്നുണ്ടോ ഞാൻ നിന്റെ അടുത്ത് മുമ്പേ പറഞ്ഞില്ലേ ഒന്നും ചെയ്തില്ല മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല ഗൈസ്, ഓക്കെ. സലാഡൊക്കെ കൂട്ടി തിന്നുമ്പം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ 100 രൂപയ്ക്ക് നിർത്തില്ല ഗൈസ്. അപ്പൊ കഴിച്ചിട്ട് കാണാം. ഗൈസ്, ബില്ല് കേട്ടൻ്റെ ആ ഒരു ഞെട്ടലിലാണ് എല്ലാവരും. കോമഡി എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഫുഡൊക്കെ കയറി കഴിച്ചു. എന്നെ കാണാമെന്ന് എനിക്കറിയത്തില്ല. ഫുഡ് കയറി കഴിച്ചു. അപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ 100 രൂപ എന്നാണ് ബിരിയാണിക്ക് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ 100 രൂപ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് മേടിച്ച് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോൾ 150 രൂപ. കൊല്ലുക ഗൈസ്, വെറും മോശമായിട്ടുള്ള ബിരിയാണിയും. 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിനി ബിരിയാണി 100 രൂപ എന്ന് പറഞ്ഞ് മേടിച്ച് ബില്ല് വന്നപ്പം 1000 സംതിങ് രൂപയായി. അത് നോക്കിയപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു 150 രൂപയാണ് മിനി ബിരിയാണി, പ്ലെയിൻ ബിരിയാണിക്കാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. വെറും മോശം ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടു. ഇനി നമ്മൾ ഇത്രയും പേർക്ക് അതുകൊണ്ട് നാരങ്ങാവെള്ളം കൂച്ചണം. നാരങ്ങാവെള്ളം കുടിക്കാൻ പോയി. അവിടെ നാരങ്ങാവെള്ളം ഇല്ല, കട അടയ്ക്കാൻ ചെയ്യാം. നമുക്ക് അടുത്ത കടയിലോട്ട് അവിടെ തന്നെ പോകേണ്ടി വരും. ഞാൻ എന്റെ കാര്യം നടന്നു അതുമില്ല. ഇന്ന് മേടിക്കാൻ പോയത് വലിയ കെട്ടിപ്പിറകി ഞാൻ ഇവിടെ 1500 കാണും. എന്റെ അക്കൗണ്ടിൽ 1500 എനിക്ക് നൈറ്റും ടോപ്പൊക്കെ മേടിക്കുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, റൂമിൽ പോകുന്നു, നേരെ ചെന്ന് കിടക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.